إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله جعل لكم من بيوتكم سكنا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിലൊക്കെ കാത്തു സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയാൻ പരമാവധി പരിശ്രമിക്കണമെന്ന്, അതിനായി സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഒന്നാമതായി ഞാൻ മനസ്സിലാക്കുകയും രണ്ടാമതായി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസക്തമായ ഒരു ഹദീസുണ്ട്. ഇബ്നു ഹിബ്ബാൻ റിവായത്ത് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർബഉൻ മിന സഅദ, 4 കാര്യങ്ങൾ മനുഷ്യർക്ക് സൗഭാഗ്യമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരമായ 4 കാര്യങ്ങളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുക. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ തുറന്നു പറയുന്നത് അർബഉൻ മിന ശഖാവ, 4 കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാണ്. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അർബഉൻ മിന സഅദത്തി, മനുഷ്യന് സൗഭാഗ്യകരമായ 4 കാര്യങ്ങൾ. 1, അൽ മർഅത്തു സ്വാലിഹ, നല്ല സദ്വൃത്തിയായ ഒരു ഇണ, സ്വാലിഹത്തായ ഒരു ഭാര്യ. വൽ മസ്കനുൽ വാസി, മനുഷ്യന്റെ ഭൂമിയിലെ സൗഭാഗ്യത്തിന്റെ അടയാളമായി രണ്ടാമത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശാലമായ സൗകര്യമുള്ള ഒരു വീട്. വൽ ജാറു സ്വാലിഹ്, മൂന്നാമത് പറഞ്ഞത് നല്ല അയൽക്കാരൻ. വൽ മർകബുൽ ഹനീർ, നാലാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല ധന്യമായ നല്ലൊരു വാഹനം. ഈ 4 കാര്യങ്ങളും മനുഷ്യന് സൗഭാഗ്യകരമാണ്. എന്നാൽ അർബഉൻ മിന ശഖാവ,
4 കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഇതിന്റെ നേരെ എതിരാണ്. അൽജാറുസു, മോശം അയൽക്കാർ, കച്ചറ ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, അസൂയയും പകയൊക്കെ വെച്ച് പുലർത്തുന്ന അയൽക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ അതൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. വീട്ടുകാരി ചെല്ലുമ്പോൾ പരുക്കനായ സ്വഭാവമാണെങ്കിൽ, ദുസ്വഭാവിയായ ഒരു ഇണയാണെങ്കിൽ അതൊരു വല്ലാത്ത ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇടുങ്ങിയ വീട്, അതൊരു ദൗർഭാഗ്യമാണ്. തിരിയാൻ പറയാൻ കഴിയാത്ത എന്ന രൂപത്തിലല്ല, ഒരു സ്വസ്ഥതയില്ലാത്ത വീട്. മോശമായ വാഹനം. ഈ 4 കാര്യങ്ങളും ദൗർഭാഗ്യമാണ്. ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇതിൽപ്പെട്ട ഈ 4 വിഷയത്തിൽ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനാണ്. നല്ല ഒരു വീട് മനുഷ്യന്റെ ഒരു സൗഭാഗ്യം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു വീട് വേണം, നമുക്ക് കിടന്നുറങ്ങാൻ, നമുക്കിരുന്ന് വിശ്രമിക്കാൻ, നമ്മുടെ കുടുംബവുമായി ഒത്തുചേരാൻ, നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ മാതാപിതാക്കന്മാരെ പരിചരിക്കാൻ, നമ്മുടെ സല്ലാപ സന്തോഷ സന്ദർഭങ്ങളൊക്കെ സാധ്യമാക്കാൻ. അതൊക്കെ ഒരു വീട്, നല്ലൊരു വീട്, അത് ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണ്, ആഗ്രഹമാണ്, സ്വപ്നമാണ്. ഈ നല്ല വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ധാരണ ഒരു വലിയ മണിമാളികയാണ് എന്നാണ്. രമ്യഹർണം തീർക്കലാണല്ലോ കേരളീയ മുസ്ലിങ്ങളുടെ പുതിയ ട്രെൻഡ്. വീടാണ് ആകെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പാദ്യമായിട്ടുണ്ടാകുക എന്നതാണ് ഇന്നത്തെ വസ്തുത. ഒരു മനുഷ്യന്റെ ആകെയുള്ള സമ്പാദ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സ്ഥലം ചിലപ്പോൾ അനന്തരമായിട്ട് കിട്ടിയിട്ടുണ്ടാവും, ഒരു 10 സെന്റ് 8 സെന്റ് ഒക്കെ. പിന്നെ അവന്റെ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ആ വീടായിരിക്കും. അങ്ങനെയാ ഇന്ന് പല ആളുകളെ, നല്ലൊരു ശതമാനം ആളുകളെ അങ്ങനെ നമുക്കൊക്കെ അറിയുന്നല്ലോ, നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. അങ്ങനെ വലിയൊരു വീടുണ്ടാക്കുക എന്നത് അല്ല ഇവിടെ നല്ല വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല വീട് എന്ന് പറയുന്നത് ഇതെത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നമ്മുടെ പരിമിതികൾക്ക് ഉള്ളിലുള്ള ഒരു വീട്, ആ വീടിന്റെ ഉള്ളിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനം വീട്ടിലായിരുന്നു. വീട്ടിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ച ഒരാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുൽത്താനുടെ വീടിന്റെ വലിപ്പം കൊണ്ടില്ല, യമൻ മുതൽ സിറിയ വരെ പ്രവിശാലമായ വിസ്തൃതിയിലുള്ള സാമ്രാജ്യം, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അധികാര പരിധിയിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ യമൻ മുതൽ സിറിയ വരെയുള്ള പ്രവിശാലമായ പ്രദേശങ്ങളെ ഭരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അതിന്റെ വിസ്തീർണം 6-7 മുഴയേ ഉള്ളൂ. ഒരു 6-7 മുഴമാണ് അതിന്റെ വിസ്തീർണം. ചുമര് മണ്ണായിരുന്നു. അതിന്റെ റൂഫ് ഈത്തപ്പനാത്തടിയും ഓലയും കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു. മഴ കൊള്ളാതിരിക്കാൻ കമ്പിളിയുടെ എടുത്ത് ഇങ്ങനെ തൂക്കിയിടാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചതായി നമുക്ക്. ഇങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ലളിതമായ ജീവിതം നയിച്ചതാണ്. വീടിന്റെ കാര്യത്തിലും താൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളുടെ കാര്യത്തിലും. യമൻ നിവാസികളായ കുറെ ആളുകൾ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തലേ ദിവസം കിടന്ന പരിക്കൻ പായയുടെ പാട് കാണുകയുണ്ടായി. അപ്പൊ യമൻ നിവാസികൾ പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ മനോഹരമായ മാർദ്ധവമുള്ള കുറച്ച് വിരിപ്പുകൾ ഞങ്ങളങ്ങ് കൊണ്ടെത്തന്നാലും.
ഉപഹാരമായി നൽകിയാൽ അങ്ങ് സമ്മതിക്കുമോ? അതിന് സുൽത്താൻ പറഞ്ഞ മറുപടി, നിങ്ങൾക്കെന്താ? ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം ഒരു വൃക്ഷത്തണലിൽ, ഒരു യാത്രക്കാരൻ വൃക്ഷത്തണലിൽ വിശ്രമിക്കുന്നത് പോലെയാണ്. ജീവിതയാത്ര, മനുഷ്യന്റെ ജീവിതയാത്ര നാലമുൽ അർവാഹിൽ വെച്ച് ആരംഭിച്ച് അനന്തമായി അവശേഷിക്കുന്ന ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതയാത്രയിലെ ചെറിയ ഒരു ഇടമാണ് ഈ ഭൂമി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഈ കഴിയുന്ന ഭൂമിയിൽ തന്നെ മനുഷ്യന് താമസിക്കാൻ, സമാധാനത്തോടെ ഒത്തുചേരാൻ ഒരിടം വേണം. പക്ഷെ ആത്യന്തികമായി സത്യവിശ്വാസികൾ ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും വലിയ രമ്യഹർമ്മം നമുക്ക് വേണ്ടത് നാളെ പരലോകത്താണ്. സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഫറോവയുടെ കടുത്ത പീഡനങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, അക്രമങ്ങൾ, അസഹനീയമായ ഘട്ടത്തിൽ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുന്നത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കൊരു പാഠമായിട്ട് ആ സ്ത്രീയുടെ സംഭവം ഉപമയായി പറയുന്നു. ഫിർഔനിന്റെ സ്ത്രീയെ സത്യവിശ്വാസികൾക്ക് ഒരു ഉദാഹരണമായി പറയുക. ഇത് ഖാലത്ത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചതാ ഫറോവയുടെ ഭാര്യ ആസിയ. ഫറോവ മൂസയുടെ എല്ലാ ആദർശങ്ങളെയും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഭരണാധികാരിയാണ്. ലോകം കണ്ട ക്രൂര ഭരണാധികാരികളിൽ. ആ ഫറോവയുടെ വീട്ടിന്റെ അകത്തളത്തിൽ തന്നെ പ്രിയപ്പെട്ടവൾ, തന്റെ ഭാര്യ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നടത്തുന്ന പീഡനങ്ങളുടെ ക്രൗര്യത എത്രമാത്രം ഭയാനകമായിരിക്കും നമുക്ക് ഊഹിക്കാം. ആ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റ് പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണല്ലോ എന്ന സമാധാനത്തോടെ അവൻ അള്ളാഹുവോട് പറഞ്ഞത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീടുണ്ടാക്കണേ, നിന്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു ഭവനം നൽകണമേ എന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിന്റെ അവന്റെ ആൾക്കാരുടെ, വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന. ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടുത്തി എനിക്ക് നാളെ നിന്റെ സ്വർഗത്തിൽ ഒരു നല്ല ഭവനം ഉണ്ടാവണമേ എന്ന സത്യവിശ്വാസികളുടെ പ്രാർത്ഥന അതായിരിക്കേണ്ടത്. നാം ആത്യന്തികമായി ആഗ്രഹിക്കേണ്ടതും അതായിരിക്കേണ്ടത്. പക്ഷെ അതോടൊപ്പം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച കാലം അത്രയും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സൗകര്യത്തോടെ കഴിയേണ്ടത്. അതിനാണ് വീട്. മസ്കൻ എന്ന വീടിന്റെ ഒരു പേരുണ്ട്. ബൈത്ത് എന്ന് പറയുന്നു, ഹുജർ എന്ന് പറയുന്നു. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ താമസിക്കുന്ന ഒരിടം. നമുക്ക് രാത്രിയിൽ സ്വൈരമായി കിടക്കാം, അല്ലെ? ഹുജർ, മുറികളുള്ള വീട്. അതുപോലെ തന്നെ മസ്കൻ എന്നാ പറയുന്നത് സമാധാനമുള്ള ഇടം എന്നാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സങ്കീർണതകൾ ഉണ്ടാകും ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ, കച്ചവടത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ആയോധന മേഖലകളിൽ. അങ്ങനെ പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങളും ടെൻഷൻ, അല്ലെ? അങ്ങനെയാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതം. അതൊക്കെ ഒന്ന് അകറ്റാൻ, ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, അതിനുവേണ്ടിയാ വീട്. ഒന്നാമതായി വീട്ടിലുള്ള വിഗ്രഹനാഥനും ഗ്രഹനായികയും, വീട്ടിൽ നമ്മെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ മക്കളും, നമ്മുടെ സഹോദരങ്ങളും, നമ്മുടെ മാതാപിതാക്കന്മാരും, അവർക്കൊക്കെയും സ്വസ്ഥമായ ഒരു ഇടമായിരിക്കണം വീട്. നമുക്ക് ആശ്വാസം ലഭിക്കണം വീട്ടിൽ. വീട്ടിൽ സ്നേഹം ലഭിക്കണം. വീട്ടിൽ കാരുണ്യം ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കണം.
സ്വസ്ഥതയും സന്തോഷവും സ്വാതന്ത്ര്യവും ലഭിക്കണം. ഇതൊന്നും ലഭിക്കുന്നില്ല. അതിന്റെ പേര് വീട് എന്നല്ല. അതിന്റെ പേര് വീട് എന്നാവാൻ വഴിയില്ല. വീട് എന്ന് പറഞ്ഞാൽ അഥവാ മസ്കൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവണം. അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ടുന്ന എല്ലാ സ്നേഹവും പരിലാളനകളും ലഭിക്കണം. കാരുണ്യവും സ്വസ്ഥതയും സന്തോഷവും ലഭിക്കണം. അപ്പോഴാണ് മസ്കൻ എന്ന അർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ, എന്താ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ വളരെ കൃത്യമായി വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, അങ്ങനെയാ പറഞ്ഞത്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളെ സമാധാനമുള്ള വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവരുത്, നമ്മുടെ വീട്ടിൽ അശാന്തി ഉണ്ടാവരുത്. അത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഗൃഹനാഥനാണ്. അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അതൊക്കെ പലപ്പോഴും വീട്ടിൽ പരിക്കനാകുമ്പോൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ചിലപ്പോൾ നമ്മെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ മക്കൾ പോലും കണ്ണീരണിയേണ്ടി വരില്ല. നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ ഇണകൾക്കും ഒരു പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ വീടിന്റെ സാന്ത്വനവും സ്വസ്ഥതയും നമ്മൾ നശിപ്പിക്കുന്നു എന്ന വീടിനെ വീടല്ലാതാക്കുന്നു. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞനാണല്ലോ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നൊരു ചെറിയ സണ്ട കൂടി ഇറങ്ങി അങ്ങ് പോയി. തെരഞ്ഞു, അവസാനം കുളത്തിൽ നിന്ന് മയ്യത്താ കിട്ടിയത്. നമുക്കറിയാം. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അശേഷവും അസ്വസ്ഥത ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷം ലഭിച്ചില്ലെങ്കിൽ ദുഃഖപൂർണമായ അവസ്ഥ വിശേഷമുണ്ടാവും. അപ്പോൾ ഒന്നാമതായി വീട്ട് എന്ന് പറയുന്ന ഖുർആൻ ഉപയോഗിച്ച മസ്കൻ എന്ന പദത്തിന്റെ പേരിന്റെ അതിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. എന്റെ വീട്ടിൽ ഞാൻ കാരണമായി ഒരശാന്തി ഉണ്ടാവരുത്, എന്റെ ഭാര്യയ്ക്ക് ഉണ്ടാവരുത്, എന്റെ മക്കൾക്ക് ഉണ്ടാവരുത്, എന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാവരുത്. അങ്ങനെയാ സാന്ത്വനവും സമാധാനവും ലഭിക്കേണ്ടുന്ന ഒരിടമാണ് നാം ഉള്ളത്. അവിടെയല്ല പിന്നെ എവിടെയാ കിട്ടുക? പിന്നെ കുട്ടികളെ ഇറങ്ങിപ്പോകും. വീട്ടിൽ നിന്ന് മകന് വേണ്ടത്ര സ്നേഹം ലഭിക്കുന്നില്ലെങ്കിൽ സ്നേഹം ലഭിക്കുന്ന ഇടത്തിലേക്ക് അവർ ഇറങ്ങിയ ഓടിപ്പോകും. പിന്നെ ഒളിച്ചോടി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. കോടതി വരാന്തകളിൽ കയറി ഇറങ്ങിയിട്ട് നെഞ്ചത്തടിച്ച് പുളർക്കുമാർ ഉച്ചത്തിൽ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. കുഞ്ഞുനാളിൽ തന്നെ ആ മക്കളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എന്റെ വീടാണ്, എന്റെ ഭൂമിയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇടം, എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്, എനിക്ക് ഏറ്റവും സ്നേഹം പകർന്നു തരുന്നത് അവരോട്, എനിക്ക് ഏറ്റവും ഇഷ്ടം അവരോടാണ് എന്ന് മക്കൾ പറയുമാറുള്ള വളർത്ത് കേന്ദ്രമായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. സാന്ത്വനവും സമാധാനവും ഭാര്യയ്ക്ക് കൊടുക്കണം. ഓരോരുത്തർ ഇറങ്ങിപ്പോകുന്നത് കാണാം. ഭർത്താവ് ഇറങ്ങിപ്പോവും. അല്ല, ഇപ്പൊ സ്ത്രീ പീഡനം മാത്രമല്ല, പുരുഷ പീഡനവും നടക്കുകയാണല്ലോ. ഒരു ബസ് യാത്രയില് അല്ലെ എന്താ ഞെട്ടിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരവസ്ഥ. എന്തോ തട്ടിയോ മുട്ടിയോ അത് ചെയ്തത് ശരിയാണെങ്കിൽ അതനുസരിച്ച് ശിക്ഷയും നിയമം ഉണ്ട്. പക്ഷേ അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് പ്രയാസകരമായ ഒരവസ്ഥ. ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി ഒരു പെണ്ണിന്റെ പ്രവർത്തനം കൊണ്ട്, അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ കുട്ടികൾ. അതിന് അവരെ ചേർത്ത് നിർത്താൻ കഴിയണം. ഇണകളാവട്ടെ, ഭാര്യക്ക്, ഭർത്താവിന്. എന്റെ ഭാര്യയുടെ അടുത്ത് പോയാൽ എനിക്കൊരു സമാധാനമുണ്ട്, അങ്ങനെ ആയിരിക്കണം വീട്ടിൽ കാര്യം വരേണ്ടത്. എന്റെ ഭർത്താവ് എന്ന് വന്നാൽ എന്റെ ഈ പ്രയാസങ്ങളൊക്കെ അങ്ങ് മാറും, എന്റെ വർത്തമാനം കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ഭാര്യമാരും താമസിക്കുന്ന ഇടമായിരിക്കണം വീട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാ വഹി ലഭിച്ചത്. ഹിറാ ഗുഹ, ആ കുന്നിന്റെ മുകളിൽ പോയി ജിബ്രീൽ എന്ന് പറയുന്ന അമാനുഷിക ഇല്ലേ, മനുഷ്യനല്ല. നമ്മളൊക്കെ ഒരു മനുഷ്യനല്ലാത്ത ജീവി ഒന്നും അങ്ങനെ ഉണ്ടാവും?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് ധ്യാന നിമഗ്നനായിരിക്കുന്ന ഘട്ടത്തിലാ മലക്ക് വരുന്നത്, മനുഷ്യനല്ല. അത് അമാനുഷികമായ സംഭവമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, ചേർത്ത് പിടിച്ചു, അണച്ചു പിടിച്ചു. അത് അല്പം ശക്തിയുള്ളതായിരുന്നു, അല്പം കഠിനമുള്ളതായിരുന്നു. അല്ലാഹുവിന്റെ വഹ്യാ ഇറങ്ങുന്നത്. ആ കഠിനമായ പ്രയാസകരമായ അവസ്ഥയിൽ പേടിച്ച് വിറച്ച് പനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെങ്കുത്തായ കുന്നിൽ നിന്നും സ്പീഡിൽ വളരെ വേഗത്തിൽ ഇറങ്ങി ഓടിയത് എവിടത്തേക്കെന്നറിയോ? തന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാ, ഖദീജയുടെ മടിയിലേക്ക് ചാരി വീഴുകയാ. എന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, എനിക്കാകെ പേടിക്കുന്നു, ഞാനാകെ വിറയ്ക്കുകയാ, പനിക്കുകയാ. ആ പ്രയാസകരമായ അവസ്ഥയിൽ ഖദീജയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപ്പെട്ടവൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. പ്രിയതമാ, അങ്ങേ അല്ലാഹു അപമാനിക്കുകയില്ല, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് ദുഃഖിക്കണ്ട. ആ സ്വാതന്ത്ര്യത്തിന്റെ സംസാരവും തലോടലും ഒരു ഭർത്താവിന് കിട്ടിയാൽ എത്രമാത്രം അനുഗ്രഹീതനാണ് അയാൾ. അതെ, അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹീതമാകുന്നത് അവിടെയും കൂടിയാണ്. പ്രിയപ്പെട്ടവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേണ്ടാത്തതിന് പോണ്ടിനോ എന്നുള്ള മറുപടിയല്ല കേൾക്കേണ്ടത്. ഇവിടെ ആരെയും കുത്തിനൂടല്ലോ, അങ്ങനല്ലേ? അങ്ങനെയാ പറയുക, നമ്മളെ പറയും അല്ലേ? അവളെന്തെങ്കിലും ഒരു വർത്തമാനം ഇങ്ങോട്ടൊരു വിഷമം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോണ്ടിനോ അല്ലാതെ ചെയ്യണ്ടീനോ എന്ന് പറയുന്നതല്ല. അതൊക്കെ പിന്നെ പറഞ്ഞോളൂ. നിങ്ങൾ അന്നേരം ആ പ്രയാസം ദുരീകരിച്ചു കൊടുക്കാൻ കഴിയണം. അന്നേരം അവളുടെ ആ പ്രയാസങ്ങൾ ദുരീകരിച്ചു കൊടുക്കുന്ന ഒരു നല്ല വർത്തമാനം, സ്നേഹമസൃതമായ ഒരു തലോടൽ സാരമില്ല കേട്ടോ. ഇതൊരു വർത്തമാനം അത് കേട്ടാൽ തന്നെ അവരുടെ പ്രയാസങ്ങൾ പകുതി മാഞ്ഞുപോയി. അതാണ് വീട്, അതാണ് മസ്കൻ, അതാണ് ഹുജ്ർ, അതാണ് ബൈത്ത്. ആ വീടായിരിക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളുടെ ഭവനങ്ങൾ. ഇവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത് അല്ലാഹുവിനെ ഓർക്കണം. അതിനാ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കാരണം എന്ന് പറയുന്നത്. ബിസ്മില്ലാ ചൊല്ലണം. അല്ലാഹുമ്മ അസ്അലുക ഖൈറൽ മൗലിദി വ ഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലദനാ ബിസ്മില്ലാഹി ഖറജനാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാ പറഞ്ഞെങ്കിലും കാര്യം വീട്ടിലേക്ക് അല്ലാഹുവിന്റെ നാമത്തിൽ കാര്യം. അപ്പോഴാ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക. പിശാച് അവിടുന്ന് മാറിപ്പോവുക അപ്പോഴാ. ഇനി ഇമ്മക്കൂടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറയും പിശാച് മക്കളോട്, അതിന്റെ മറ്റുള്ള ആൾക്കാരോട്. അപ്പൊ അവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായി ഈ വീട് ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് ബിസ്മില്ലാ പറയുക. ഇറങ്ങിപ്പോരുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് പറയുന്ന ഒരു വർത്താനമുണ്ട്. യുഖാലു ലഹു ഹീലൈൻ കുഫീത വ മുഖീത വ ഹുദീത വതനഖാലു ശൈത്താൻ. നിന്റെ എല്ലാ തടസ്സവും നിന്നാ, നീ സംരക്ഷിക്കപ്പെടുന്നവനാ, നീ ഹിദായത്തിന്റെ മാർഗത്തിലാ എന്നിങ്ങോട്ട് പറയപ്പെടുന്ന. നമ്മൾ എന്ത് പറയുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക പുറത്തേക്ക്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ സമ്പത്തുണ്ട്, എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇവിടെയാണുള്ളത്. പഠിച്ചോനെ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനേക്കാളും വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല. ലോകത്ത് നമുക്ക് ഭരമേൽപ്പിക്കുവാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഭരമേൽപ്പിക്കുവാൻ പറ്റിയ ശക്തി അത് അള്ളയാ. അങ്ങനെ അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇതൊക്കെ ഒരു വിശ്വാസി വീടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ ചെറുതെന്ന് നിങ്ങൾക്ക് തോന്നും. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും പറ. സ്വന്തം ഭാര്യയാണ് മുന്നിലുള്ളത്. അവളോട് കയറുമ്പോൾ തന്നെ വേറെ വർത്താനങ്ങൾ പറയുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ദേഷ്യം വെച്ചാൽ വരുന്നതെങ്കിലും അതിന്റെ എന്തെങ്കിലും പ്രതികരണവുമായിട്ടായിരിക്കും ആദ്യം തന്നെ ഉണ്ടാവും വർത്താനം. അതൊക്കെ ഒന്ന് മാറ്റി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്ക്. കൈയൊന്ന് പിടിക്കുക, ഒന്ന് ആലിംഗനം ചെയ്ത് നോക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക. സ്വന്തം ഭാര്യയുടെ കയ്യിലേക്ക്, സ്വന്തം മക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ, മകനാണ് മകളാണ് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ഞാനിപ്പോ അടുത്ത്
ഒരു വായിച്ചത് 30 വയസ്സിന് ശേഷം ഒരു സ്പർശം മേൽക്കാത്ത ഒരു ഹതഭാഗ്യവാന്മാരാണ് മക്കൾ എന്നാണ്. 30 വയസ്സിന് ശേഷം ഓൽക്ക് പിന്നെ ഒരു ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസാ ഉണ്ടാവുന്ന വാപ്പാന്റെ ഉമ്മാന്റെ ഇടയിൽ. പിന്നെ അവരെടുത്ത് കൈപിടിക്കില്ല, അവരൊന്നും ആലിംഗനം ചെയ്യില്ല, മകളാകട്ടെ മകനാകട്ടെ, അങ്ങനെയാണല്ലോ. തിരിച്ചില്ല, അതൊക്കെ ഒന്നും മാറ്റുക. നമ്മളെ ഈ മസിൽ പിടുത്തണ്ടല്ലോ, അതൊക്കെ അങ്ങ് അവസാനിപ്പിക്കുക. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ കാര്യം, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, ഉപ്പാനോടോ അല്ലേ, വീട്ടിൽ കാര്യങ്ങളെ കാലം എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പാനോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് കൈ പിടിക്കുക എന്ന് തോന്നിപ്പോവില്ല. ഇപ്പൊ നമുക്ക് ഇസ്ലാം അതല്ല വിശ്വാസികളോട് നമ്മൾ പറയുന്നത്. വിശ്വാസികളോട് വാപ്പാന്റെ അടുത്തൊന്ന് പോകണം, അസ്സലാമു അലൈക്കും പറയണം, അപ്പന്റെ കൈയൊന്ന് പിടിക്കണം, കഴിവെങ്കിൽ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കണം. അതാണ് മസ്കൻ. ആ വാപ്പ അനുഭവിക്കുന്ന അനുഭൂതിയുടെ പേരാണ് സമാധാനം. ആ സമാധാനമുള്ള ഇടമാണ് ഭൂമി, വീട്. അങ്ങനെ ഭാര്യയോട്, മക്കളോട് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരം എന്ന നിലയിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും, എന്താ അതിന്റെ അർത്ഥം എന്നറിയുന്നത്? അള്ളാന്റെ ശാന്തി സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാ. നാട്ടിൽ പന്തിയിലായ ഒരാൾക്കും വേണം, പള്ളിയിലെ മൗലവിമാർക്ക് വേണം, ഉസ്താദുമാർക്ക് വേണം. പക്ഷെ പുരയിലെ കുഞ്ഞിന് വേണ്ട, മാൾക്ക് വേണ്ട, ഉപ്പാക്ക് വേണ്ട, ഭാര്യക്ക് വേണ്ട എന്നാണോ നമ്മുടെ അഭിവാദന രീതി? അതാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ ശാന്തി സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാവാനാ. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത. നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ അസ്സലാമു അലൈക്കും പറ, എന്നിട്ട് വീട്ടിലേക്ക് കയറി. അപ്പോൾ തന്നെ തീരും പകുതി പ്രശ്നങ്ങൾ. അപ്പോൾ തന്നെ നമ്മുടെ കുറെ ഭാഗങ്ങൾ തീർന്ന്. അങ്ങനെ വീട്ടിൽ കയറിയിട്ടുള്ള പിന്നീടുള്ള ഇടപെടലുകൾ, വീട് ഒരു സന്തോഷാവസ്ഥ ഉണ്ടാക്കണം. വീട് കുട്ടികളുടെ കലവലാരവങ്ങൾ ഉണ്ടാവണം. അവർ ഓടിച്ചാടി കളിക്കുന്ന, അത് കണ്ട് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന മാതാപിതാക്കന്മാർ. നമ്മുടെ ഭാര്യയ്ക്കും അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവണം. സൊറ പറയാൻ സമയം കണ്ടെത്തണം. വീട്ടില് കുറച്ചൊക്കെ സൊറ പറയാനൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന്, വൈകുന്നേരമൊക്കെ ഇരുന്ന്, രാത്രിയിലിരുന്ന് ഭക്ഷണം തീന്മേശകൾ തന്നെ നമ്മളെല്ലാവരും ഇരിക്കണം. മോനങ്ങ് വേറെ അവന്റെ അകത്ത്, മോക്കങ്ങ് വേറെ അവന്റെ ഉള്ള റൂമില്, ഉപ്പാക്ക് വേറെ, ഉമ്മാക്ക് അടുക്കളയില്, അല്ലേ? എന്തിനാ പിന്നെ ഈ വലിയ പൈസ കൊടുത്തിട്ട് നമ്മളെ ഡൈനിങ് ഹാൾ ഉണ്ടാക്കിയത്? എന്തിനാ വലിയ വിലപിടിപ്പുള്ള തീന്മേശ ഉണ്ടാക്കിയത്, ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയത്? അതങ്ങനെ വേറെ ആളുകൾ വരും, ഓലിക്കൊന്ന് ചിരിക്കാനാണ്. നമ്മൾക്കോ, നമ്മൾ ഈ പണം മുടക്കിയത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്, ഈ ഡൈനിങ് ഹാളും ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ടാക്കിയത് നമുക്ക് അനുഭവിക്കാനാ. നമ്മുടെ ഉമ്മയും ബാപ്പയും മക്കളും ഭാര്യയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അത് മനോഹരമായ ഒരു അനുഭവമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് അനുഗ്രഹീതമായ അനുഭൂതികൾ നിറയ്ക്കും. അങ്ങനെ ചെയ്തു നോക്കണം. നമ്മുടെ വീട്ടില് ചെറിയ വീടാണെങ്കിലും ശരി, ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സൂക്ഷ്മമായി വളർത്തേണ്ട ഒരു വിഷയമാണത്. വീട്ടിന്റെ കാര്യത്തിൽ വീട്ടിൽ കയറുമ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്താനം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വീട്ടിലേക്കാരും ആദ്യം എന്തുകൊണ്ടാ തുടങ്ങുക? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞറിയോ, ബിസിവാക്ന, പല്ലിയേക്കുന്ന. ആദ്യം തന്നെ പല്ലിയേക്ക് കഴിയാൻ. നമ്മളൊരു നല്ല യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായും വീട്ടിൽ കയറിയ ഉടനെ സുന്നത്ത ഒന്ന് പല്ല് തേച്ച് വേഗം ആ വാഷിംഗ് അവിടെ പോയിട്ട് അവിടെ ഒന്ന് ബ്രഷ് ഉണ്ടാവുമല്ലോ, അതൊന്നിട്ട് പല്ല് വെച്ച് എന്നിട്ടാവട്ടെ നമ്മുടെ സംസാരങ്ങളും ജീവിതങ്ങളൊക്കെ. ഒരു വീട്ടിന്റെ അകത്ത് പരസ്പരം ഇഷ്ടപ്പെടുവാനുള്ള, സ്നേഹിക്കുവാനുള്ള, അടുക്കാനുള്ള, ചേർത്ത് നിർത്താനുള്ള ഒരു മാർഗമാണ്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം അറിയല്ലോ, നമ്മൾ പല്ല് തേക്കുക എന്ന് പറയുന്ന ചെറിയ വിഷയത്തെ നമ്മൾ കുറെ മൗനമായിരുന്നാൽ പല്ല് തേക്കണം, കുറെ സംസാരിച്ചാൽ പിന്നെ വേഗം പല്ല് തേക്കണം. ഒന്നുവിന്റെ മുമ്പ്, നമസ്കാരത്തിന് മുമ്പൊക്കെ അതിന്റെ വേറെ വിഷയമായിട്ട് നമുക്ക് പറയാം. വീട്ടിൽ കയറുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുന്ന
അള്ളാഹുവിനെ ഓർക്കുന്ന വീട്, അവിടെയാ സമാധാനം ഉണ്ടാവുക. അവിടെയാണ് സമാധാനം ഉണ്ടാവുക. ടി വി ഓൺ ചെയ്തിട്ട് കാണുന്ന ചാനലുകളിലെ വിഷയങ്ങൾ മാത്രമല്ല, സിനിമകൾ മാത്രമല്ല, സീരിയലുകൾ മാത്രമല്ല, അതിൽ മാത്രം അഭ്രമിച്ചു പോകുമ്പോൾ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ളതായ സമീപനങ്ങളും സംസാരങ്ങളും സ്നേഹമസൃണമായ ഇടപെടലുകളും പെരുമാറ്റങ്ങളും അത് അപ്രത്യക്ഷമാകും, ഒലിന്റെ ഉള്ളിലായി പോകും. എന്റർടൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ അനുവദനീയമായ സന്ദർഭങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ മാത്രമാണ് വീട്ടിൽ കാണുമ്പോഴത്തേക്ക് തന്നെ റിമോട്ട് എടുക്കുക അല്ലേ? ഓളെ കാണാനോ കുഞ്ഞിനെ കാണാനോ മോനെ കാണാനോ മോളെ കാണാനോ കുട്ടികളും അങ്ങനെ തന്നെയാ പിന്നെ ഉണ്ടാവുക. അറിവൊക്കെ ഒന്ന് മാറിയിട്ട് അള്ളാഹുവിനെ ഓർക്കുക. മസലുൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹനെ ഓർക്കുന്നതും ഓർക്കാത്തയും വീടുകളുടെ ഉദാഹരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശവവും ജീവനുള്ള പോലെയാണ്. വീടുകൾ ശ്മശാനങ്ങളാക്കരുത്. നമ്മൾ വേറെ വർത്താനൊന്നുമില്ല, മിണ്ടാണ്ട് അല്ലെ? മരിച്ച വീട്ടിൽ പോയി വലിയ ചില വീടുകളിലൊക്കെ പോയി ഒക്കെ ആരും ഒന്നും പറയുന്നുണ്ടാവില്ല. അവിടെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവട്ടെ നമുക്ക്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഭവനങ്ങൾ, രാവിലെ എഴുന്നേറ്റ് ഒന്നിച്ചിരുന്ന് ഖുർആൻ ഒന്ന് ഓതി നോക്കുക. പറയുകയാണ്, സൂറത്തുൽ ബഖറ ലാ തജലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. ഇന്ന ശൈത്താന യൻഫുറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ പിശാച് ഓടിപ്പോകുന്ന. ഖുർആൻ പാരായണം കൊണ്ട് സമൃദ്ധമാകണം നമ്മുടെ ഭവനങ്ങൾ. അത് വലിയൊരു സന്തോഷം മനുഷ്യന്, സമാധാനം മനുഷ്യന് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ നിന്നാക്കാൻ ശ്രദ്ധിക്കുക. ഫർള് നമസ്കാരം പള്ളികളിൽ നിന്നാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരത്തിനൊക്കെ വീട്ടിലേക്ക് പോവുക കഴിയുമെങ്കിൽ. അങ്ങനെ തന്നെ ആവണമെന്നോ? ഇപ്പൊ അങ്ങാടി കച്ചവടമുള്ള ചെന്നായി ഇവിടുന്ന് ഫർള് നിസ്കരിച്ച് പുറകെ പോയി സുന്നത്ത് കെച്ച് വെച്ചെന്ന് പറഞ്ഞു നിൽക്കണോ എന്നൊന്നുമല്ല പറയുന്നത്. കഴിയുന്നവർ പരമാവധി സുബഹി നമസ്കരിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് വരിക. അതിനാൽ നമ്മൾ ളുഹ്ർ നമസ്കരിച്ച് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് എങ്കിൽ അവിടെ നമസ്കരിക്കുക, രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുക. അങ്ങനെ വീട്ടിൽ അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു അവസ്ഥ. ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹിൽ മക്തൂബ. വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. രാത്രിയാകുമ്പോൾ വാതിലൊക്കെ അടയ്ക്കുമ്പോ ബിസ്മില്ല പറയുക. ബിസ്മില്ല പറഞ്ഞു പോയിട്ട് പാത്രങ്ങളൊക്കെ മൂടി വെക്കണം എന്ന് വരെ പറയുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയം വീട്ടിന്റെ ഒരു ജീവിതത്തിൽ വീട്ടിന്റെ ഒരു സൂക്ഷ്മത, അതിന് ഇസ്ലാം ഒരുപാട് മര്യാദകൾ നമ്മോട് പറയുന്നുണ്ട്. രാത്രി വാതിൽ അടയ്ക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് അടച്ചോളി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അടുക്കളയിൽ എല്ലാ പാത്രങ്ങളും മൂടി വെക്കണം എന്ന സ്ത്രീകളെ പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രൂപത്തിൽ വീട്ടിൽ സമാധാനമുള്ള, സന്തോഷമുള്ള, അള്ളാഹുവിനെ ഓർക്കുന്ന, ജീവിക്കുന്ന ഒരു ഇടമാക്കി മാറ്റാൻ സത്യവിശ്വാസികൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി കഴിയാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലാണ്. ഒരു മാസം പൂർണ്ണമായി നോമ്പെടുത്തത് റമദാനിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ശഅബാൻ മാസത്തിലാണ്. ശഅബാന്റെ പ്രത്യേകതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിന്റെ ആശയം, റജബ് പവിത്രമാക്കപ്പെട്ട മാസമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത് സംസാരിച്ചു. റമദാൻ പരിശുദ്ധമായ ഒരു മാസമാണ്. അത് രണ്ടിന്റെ ഇടയിൽ മനുഷ്യന്മാരെ അശ്രദ്ധരാവാൻ ഇടയുള്ളതാണ് ഈ ശഅബാൻ. അതുകൊണ്ട് ശഅബാനിൽ നിങ്ങൾ കൂടുതൽ അല്ലാഹുവിനെ ഓർക്കുക. ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തോടെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.